3 തവണ മത്സരിച്ച ആളുകൾക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് ഉണ്ടാകില്ലെന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് പറയുന്നു. കഴിഞ്ഞ തവണ നടപ്പാക്കിയ നിർദ്ദേശത്തിന് നല്ല സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ഇത്തവണയും അത് തന്നെ തുടരും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യുവ പ്രാതിനിധ്യം ഉറപ്പായി ഉണ്ടാകുമെന്നും പി.കെ. ഫിറോസ് 24 ബ്രേക്കിംഗ് വാർത്തയുമായി നിഖിൽ പ്രമീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അടുത്തത്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ക്യാമ്പ് പുരോഗമിക്കുകയാണ്. യൂത്ത് ലീഗിൻ്റെ ഒരു നേതൃ ക്യാമ്പ് പുരോഗമിക്കുകയാണ് പാലക്കാട് ഇപ്പോൾ. ഈ സാഹചര്യത്തിൽ കൂടി നമ്മോട് സംസാരിക്കുകയാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി.കെ. ഫിറോസ്. തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ചർച്ചയല്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, നിയമസഭയും വരാനുണ്ട്. യൂത്ത് ലീഗ് എങ്ങനെയാണ് ഇതിനു വേണ്ടി ഒരുങ്ങുന്നത്? ഞങ്ങൾ ഇപ്പോൾ പുതിയൊരു ക്യാമ്പയിൻ രീതി ആവിഷ്കരിക്കുകയാണെന്ന് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾ പോലെ ഏറ്റവും താഴെ തട്ടിലേക്ക് എങ്ങനെ വികേന്ദ്രീകരിച്ച് കൂടുതൽ ആളുകളെ കണ്ട് ജനങ്ങളുമായി എങ്ങനെ സംവദിക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് പ്രധാനമായും ഒരു അജണ്ടയായി വെച്ചത്. തുടക്കം മുതൽ തന്നെ നമുക്ക് യൂത്തിൻ്റെ ഒരു പ്രാതിനിധ്യം പ്രതീക്ഷിക്കാൻ പറ്റുമോ? നിയമസഭയിലും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓൾറെഡി ഉണ്ട് ഒരുപാട് ആളുകൾ. അതിനുള്ള ശ്രമങ്ങൾ, സമ്മർദ്ദങ്ങൾ ഈ ഫിറോസ് അടക്കമുള്ള ആളുകൾ നടത്തുന്നുണ്ടോ നേതൃത്വത്തിൻ്റെ? അല്ല, അങ്ങനെ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളൊരു രീതിയില്ല. യൂത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തെ അതാത് കാലങ്ങളിൽ അറിയിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ കഴിഞ്ഞ തവണ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന വലിയൊരു മാറ്റം, ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 3 തവണ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ചെയർമാൻമാരൊക്കെ എടുത്തു നോക്കിയാൽ ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ ഒരുപാട് ഭാരവാഹികളെ തന്നെ കാണാൻ കഴിയും. ഒരു വലിയ ചേഞ്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചുകൾ കൊണ്ടുവരാൻ പാർട്ടി നേതൃത്വം ഇനിയും ശ്രമിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ചില നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ടുഡേയുടെ ഒരു സർവേയിൽ 110 സീറ്റോട് കൂടിയിട്ട് ഒരുപക്ഷെ UDF അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഫിറോസിൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും, എത്തരത്തിലുള്ളൊരു വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാവും? ഈ ഒരു ട്രെൻഡ് കാണുമ്പോൾ 100+ ആണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭയിലും 111-ലധികം സീറ്റുകൾ, 113 മറ്റോ സീറ്റിൽ UDF-ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 100+ എന്തായാലും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു 10-25 സീറ്റിൽ ലീഗും ഉണ്ടാവും. അതായത് കൂടുതൽ സീറ്റ് കിട്ടും, കൂടുതൽ സീറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ തവണ 27 സീറ്റിലാണ് മത്സരിച്ചത്. മത്സരിക്കുന്ന സീറ്റുകൾ മുഴുവൻ ജയിക്കുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കുക. ഞങ്ങളുടെ ഒരു ടാർഗറ്റ് അത് തന്നെയാണ്. UDF-നകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എപ്പോഴും ഏറ്റവും വലിയ കക്ഷിയാണ് എടുക്കാറുള്ളത്. കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ കക്ഷി. അതിനകത്തൊരു അവകാശവാദം ഉന്നയിച്ച് UDF-നകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ലീഗ് ഒരു കാലത്ത് ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കുകയില്ല. അതുകൊണ്ട് ഈ ഇത്തവണയും UDF-നകത്ത് പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ളത് കോൺഗ്രസ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. ഇപ്പോൾ എന്തായാലും വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിലവിലത്തെ യൂത്ത് ലീഗിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ പി.കെ. ഫിറോസ്. രാജു സുധവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.